കോഴിക്കോട് താമരശ്ശേരി എലോക്കരയിൽ പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണ ഫാക്ടറിയിൽ വൻ തീപിടുത്തം. ഓഫീസ് ഉൾപ്പെടുന്ന 3 നില കെട്ടിടം പൂർണ്ണമായും കത്തിനശിച്ചു. പുതുവത്സരാഘോഷത്തിന്റെ ഭാഗമായി റോഡിൽ നിന്നും ആരോ പൊട്ടിച്ച പടക്കം പ്ലാന്റിലേക്ക് തെറിച്ചു വീണതാണ് അപകടത്തിന് കാരണമായതെന്ന് പ്രാഥമിക നിഗമനം. പുലർച്ചെ 3:30യോടെയാണ് പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണ ഫാക്ടറിയിൽ തീപിടുത്തമുണ്ടായത്. ഫാക്ടറിയിലെ ഓഫീസ് ഉൾപ്പെടെയുള്ള 3 നില കെട്ടിടം പൂർണ്ണമായും കത്തിനശിച്ചു. ഫാക്ടറിക്ക് സമീപം നിർത്തിയിട്ടിരുന്ന പിക്കപ്പ് വാനും അഗ്നിക്കിരയായി. പ്ലാന്റിലും ഓഫീസിലുമായി 75ഓളം തൊഴിലാളികൾ ജോലി ചെയ്യുന്നുണ്ടെങ്കിലും രാത്രിയിൽ സ്ഥാപനം പ്രവർത്തിക്കാതിരുന്നതും തൊഴിലാളികൾ പുറത്തു താമസിച്ചതും വലിയ ദുരന്തം ഒഴിവാക്കി. മുക്കം, നരിക്കുനി, വെള്ളിമാട് കുന്ന് സ്റ്റേഷനുകളിൽ നിന്നുള്ള 5 ഫയർഫോഴ്സ് യൂണിറ്റുകളെത്തി 5.5 മണിക്കൂർ പരിശ്രമത്തിനൊടുവിലാണ് തീ പൂർണ്ണമായും അണച്ചത്. പുലർച്ചെ ഏകദേശം 3:30യോടെയാണ് നമുക്ക് വിവരം ലഭിക്കുന്നത്. മുക്കത്തുനിന്ന് 2 ഫയർ യൂണിറ്റുകൾ, അതേപോലെ വെള്ളിമാടുന്ന് 2 യൂണിറ്റും, നരിക്കിൽ നിന്ന് 1 യൂണിറ്റും അടക്കം നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാണ്. പുതുവത്സരാഘോഷത്തിന്റെ ഭാഗമായി റോഡിൽ നിന്നും ആരോ പൊട്ടിച്ച പടക്കം പ്ലാന്റിലേക്ക് തെറിച്ചു വീണതാണ് അപകടത്തിന് കാരണമായതെന്നാണ് സൂചന. പ്ലാന്റിന് മുന്നിൽ വെച്ച് പടക്കം പൊട്ടിച്ചതായി സമീപം താമസിക്കുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾ പറയുന്നു. उठा है, उठ के देखा है बहुत लोग इधर घूम रहा है, बम फुटा रहा है। उसके बाद हम फिर इधर से सो गए हैं। सो जाने के बाद रात तो 3 बजे तक, 3:30 बजे तक कोई आदमी हमको बुला रहा है, उठो उठो, अंदर आग लगा है. ഫാക്ടറിയിലെ യന്ത്രങ്ങളും ഓഫീസ് ഉപകരണങ്ങളും കത്തിനശിച്ചു. നഷ്ടം കണക്കാക്കിയിട്ടില്ല. കൈരളി ന്യൂസ്, കോഴിക്കോട്.